നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, നമ്മുടെ ഇവിടെ ഒരു മുള്ളാത്ത മരമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് മുള്ളാത്തയൊക്കെ പറിച്ചുകൊണ്ട് വരാം. എങ്ങനെ ഒരു അടിപൊളി കറി ഉണ്ടാക്കുക, പിന്നെ മുള്ളാന്തര ഗുണങ്ങളും കാര്യങ്ങളും മുള്ളാന്ത് ഉപയോഗിക്കണം എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം. പാടമൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ, ഈ കാണുന്നതാണ് നമ്മുടെ വലിയ പാടം. അപ്പോൾ വളരെ വിശാലമായൊരു വലിയ പാടമാണിത്. അപ്പം നമ്മൾ ഫ്രീ ടൈമിനൊക്കെ ഇവിടെ നിന്നാണ് ഇരിക്കാറുള്ളത്. അതുപോലെ തന്നെ മഴക്കാലത്തൊക്കെ ഈ പാടം നിറയും, ഫുള്ള് വെള്ളവും വലിയൊരു പുഴ പോലെയും കുറേ മീനുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ മീനുകളൊക്കെ പിടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ സൈഡിൽ കുറച്ച് കപ്പയും അതുപോലെ തന്നെ വാഴയൊക്കെ നട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു വീഡിയോ ഞാനിവിടെ പിടിച്ചിട്ടുണ്ട്, ഫിഷ് ഗ്രില്ലടിക്കുന്നതൊക്കെ. പിന്നെ ഈ കാണുന്ന ബെഞ്ച് ഞങ്ങളിവിടെ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്ഥലത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇനി മുള്ളാത്തയൊക്കെ പറിക്കാം. മുള്ളാത്ത മരം നമ്മുടെ അടുത്ത പറമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ മുള്ളാത്ത പറിക്കാൻ വേണ്ടി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു തോട്ടി വെച്ചാണ് പൊട്ടിക്കണമെങ്കിൽ ചിലപ്പോൾ അത് വെയിറ്റ് ഉള്ളതുകൊണ്ട് നിലത്ത് വന്ന് വീണ് അത് പഴുപ്പിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ മുകളിൽ കയറിയാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. എല്ലാം പച്ചക്കളറായ കാരണം ഇത് കാഴ്ചക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. മുള്ളാത്ത അപ്പോൾ പൊട്ടിച്ചിറക്കിയിട്ടുണ്ട്. ഒരു സഞ്ചി മുഴുവൻ നമുക്ക് നിറച്ച് കിട്ടിയിട്ടുണ്ട് മുള്ളാത്ത. അപ്പോൾ ഇത് മാർക്കറ്റിലൊക്കെ നല്ല വിലയുള്ളൊരു പഴം തന്നെയാണ്. ഏകദേശം 300 രൂപയൊക്കെ അടുത്ത് കിലോനുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിവിടെ കുറച്ച് പേർക്ക് സൗജന്യമായി മുള്ളാത്ത കൊടുക്കുന്നുണ്ട്. ക്യാൻസറിനുള്ള മരുന്നായിട്ട് മുള്ളാത്ത എല്ലാവരും കഴിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുറേ പേര് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കൗണ്ടിനൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് ശരീരത്തിന് ദോഷമാണ്. കാരണം ഇതിൽ നല്ല അളവിൽ വിറ്റാമിൻ സി, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മുള്ളാത്ത ഒരു 5-1 ഭാഗം എടുത്താൽ പോലും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിൻ ലഭിക്കും. അപ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. എന്നാൽ ചെറിയ രീതിയിൽ കഴിക്കുന്നത് നമുക്ക് നല്ല ഉന്മേഷവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷിയും ലഭിക്കും. അപ്പോൾ വിറ്റാമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊറോണക്കൊക്കെ ഇപ്പോൾ നമ്മൾ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് വെച്ചിട്ട് നമ്മൾ ഒരു നല്ല അടിപൊളി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കറി വെക്കാൻ വേണ്ടി മുള്ളാത്ത നല്ല പച്ച തന്നെ നോക്കിയെടുക്കണം, ഒട്ടും പഴുക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് തൊണ്ടൊക്കെ കളഞ്ഞ് നമുക്കത് ഒരു കടച്ചക്കയൊക്കെ അരിയണ രീതിയിൽ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ കുരുക്കൾ നമ്മൾ പ്രത്യേകം കളയാൻ ശ്രദ്ധിക്കണം. കുരുക്കൾ നമ്മുടെ ശരീരത്തിന് ദോഷമാണ്. അപ്പോൾ കുരുക്കളൊക്കെ നമുക്ക് കളഞ്ഞ് നല്ല രീതിയിൽ ചെറിയ പീസാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത മുള്ളാത്ത നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതുപോലെ കഴുകി നമുക്ക് വാർത്തെടുക്കാം. അതിനുശേഷം നമുക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മസാലക്കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാള കഷ്ണവും നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിക്കാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് വേവാണ് വേണ്ടത്. നമ്മളിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വേവട്ടെ, മൂടി വെക്കാം. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് വേവ് കഴിഞ്ഞപ്പോൾ ഈ പരുവമായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേവ് കറക്റ്റാവും. അപ്പോൾ ഇപ്പോൾ കാണുന്നത് 20 മിനിറ്റ് വേവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ മസാല റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടി വെച്ച് ചൂടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കടുക് വറ. അപ്പോൾ നമുക്കത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും ഉണക്കമുളകൊക്കെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ബാക്കി വന്ന വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ മൂത്ത് കഴിയുമ്പോൾ കുറച്ച് നമുക്ക് നല്ല മസാല അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മുള്ളാത്ത അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വേവിക്കുക. അപ്പോൾ ഏകദേശം വേവാകുമ്പോൾ നമ്മൾ പൊട്ടിച്ച് വെച്ചിരുന്ന കടുകും ഉണക്കമുളകൊക്കെ കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം മുള്ളാത്ത മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം സൂപ്പറായിരിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. നമുക്കിത് നന്നായിട്ട് വേവിച്ച് ഒന്ന് മാറ്റി വയ്ക്കാം. ആഹാ, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നല്ല ടേസ്റ്റ് ആയിരിക്കും, കാഴ്ചയ്ക്ക് നല്ല രസമുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വിചാരിച്ചതിൽ ടേസ്റ്റ് ഉണ്ട്. ഞാനിത് പഴുത്തത് എനിക്കിഷ്ടമല്ല. പഴുത്തത് ഞാൻ കഴിക്കുമ്പോൾ എനിക്ക് ഒട്ടും അതിൻ്റെ രുചിയൊന്നും പിടിക്കാറില്ല. അപ്പോൾ ഞാനത് കഴിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ കറി വെച്ച് കഴിച്ചപ്പോൾ സൂപ്പറാണ് നല്ല. അപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഇത് കിട്ടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.